മെയ് മാസത്തിൽ പെൻഷൻ ഗുണഭോക്താക്കളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സാമൂഹിക സുരക്ഷാ പെൻഷൻ വീട്ടിലെത്തിക്കുന്നതിന്റെ ഇൻസെന്റീവായി 40.50 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. 6 മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സഹകരണ സംഘങ്ങൾക്ക് ലഭിക്കേണ്ട ഇൻസെന്റീവ് അനുവദിക്കണമെന്ന ശുപാർശ ലഭിച്ചപ്പോൾ തന്നെ തുക അനുവദിക്കുകയായിരുന്നു. 22.76 ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് ക്ഷേമ പെൻഷൻ എത്തിക്കുന്നത്. ഓരോ ഗുണഭോക്താവിനും 30 രൂപ വീതം ഇൻസെന്റീവ് അനുവദിക്കുന്നുണ്ട്. സംഘങ്ങൾ ഏർപ്പെടുത്തുന്ന വിതരണക്കാരുടെ പ്രതിഫലവും ഇതിൽ നിന്നാണ് വിതരണം ചെയ്യുന്നത്. മറ്റൊരു അറിയിപ്പ്, തയ്യൽ തൊഴിലാളി ക്ഷേമ പെൻഷൻ 15,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. മറ്റൊരു അറിയിപ്പ്, 2.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം റേഷൻ മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കുന്നു. ഈ മാസം 31-നകം വിതരണം തുടങ്ങാനാണ് തീരുമാനം. മറ്റൊരു അറിയിപ്പ്, സർക്കാർ ജീവനക്കാരായിരുന്ന PSC ചെയർമാനും PSC അംഗങ്ങൾക്കും പെൻഷൻ ആനുകൂല്യത്തിന് സർക്കാർ സർവീസിനൊപ്പം PSC അംഗമെന്ന നിലയിൽ സേവനകാലവും പരിഗണിക്കാൻ ഉത്തരവിറക്കി പൊതുഭരണ വകുപ്പ്. ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശമാണ് പുതിയ ഉത്തരവിന് പിന്നിലെന്ന് സർക്കാർ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് പൊതുഭരണ വകുപ്പ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. നേരത്തെ PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും പെൻഷൻ ഉയർത്തിയതിന് പിന്നാലെയാണ് വീണ്ടും ഇവരുടെ പെൻഷൻ തുകയിൽ വൻ വർധനവ് വരുത്തുന്ന പുതിയ ഉത്തരവ്. സർക്കാർ സർവീസിൽ ഉണ്ടായിരുന്നവർ PSC ചെയർമാനോ അംഗങ്ങളോ ആവുകയാണെങ്കിൽ അവരുടെ സർക്കാർ സർവീസ് കാലയളവിനോടൊപ്പം PSC അംഗമെന്ന കാലയളവും കൂടി പരിഗണിച്ചുകൊണ്ട് പെൻഷൻ പരിഷ്കരണം നൽകണം എന്നാണ് പുതിയ ഉത്തരവ്. മറ്റൊരറിയിപ്പ്, ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ തുക വിതരണം ഈ ആഴ്ചയോടെ ആരംഭിക്കുകയാണ്. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും മെയ് മാസത്തെ തുകയോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് 3,200 രൂപയാണ് വിതരണം ആരംഭിക്കാനിരിക്കുന്നത്. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.